നമസ്കാരം. കർണാടകയിലെ എൻഡിഎ സഖ്യത്തിനെ വലിയ പ്രതിസന്ധിയിലാക്കിയ പ്രജ്വൽ വീഡിയോ ലീക്കിന് പിന്നിൽ പ്രവർത്തിച്ച കാർത്തിക്കിനെ കാണാനില്ല എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. വ്യാഴാഴ്ച മുതൽ കാർത്തിക്കിനെ കാണാനില്ല എന്നാണ് വിവരം. വീഡിയോകളെ സംബന്ധിച്ച് അന്വേഷിക്കാൻ കർണാടക സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുമുണ്ട്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് കാർത്തിക്കിനെ കാണാതായിരിക്കുന്നത്. JDS നേതാവും MP-യുമായ പ്രജ്വൽ രേവണ്ണയുടെ 3000-ഓളം ലൈംഗിക അതിക്രമണ വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവ് ഹസനിലെ BJP നേതാവ് ദേവരാജ ഗൌഡയ്ക്ക് കൈമാറിയത് അദ്ദേഹത്തിന്റെ മുൻ ഡ്രൈവറായ ഈ കാർത്തിക് ആയിരുന്നു. ഇരുവരും തമ്മിൽ ഭൂമി ഇടപാട് സംബന്ധിച്ചുള്ള ചില തർക്കങ്ങളൊക്കെയും നിലനിന്നിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് കാർത്തിക് ഈ വീഡിയോകളൊക്കെയും പുറത്തുവിട്ടത്. ഈ സംഭവത്തിന് പിന്നാലെ പ്രജ്വൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. അന്വേഷണ സംഘം ഹാജരാകൽ നോട്ടീസ് നൽകിയതിന് തൊട്ടു പിന്നാലെ കാർത്തിക്കിനെ കാണാതായത് ഇപ്പോൾ സംസ്ഥാനത്ത് വലിയ വിവാദമായിരിക്കുകയാണ്. കാർത്തിക്കിനെ മാറ്റിയത് JDS ആണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അതേസമയം സർക്കാരിലെ ചില പ്രമുഖർ കാർത്തിക്കിനെ ഒളിപ്പിച്ചിരിക്കുന്നു എന്നാണ് JDSന്റെ നേതാവും പ്രജ്വലിന്റെ വെല്ലിച്ചനുമായ HD കുമാരസ്വാമി പറയുന്നത്. മാത്രമല്ല, ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ കാർത്തിക്കിനെ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പ്രചരണം ഇപ്പോൾ JDS നേതാക്കളുടെ ഭാഗത്തു നിന്നും വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട്. കാർത്തിക്കിനെ DK ശിവകുമാർ മലേഷ്യയിലേക്ക് കടത്തിയിരിക്കുന്നു എന്നാണ് JDS പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലവിൽ DK ശിവകുമാർ ആണ് ഈ കാർത്തിക്കിനെ സംരക്ഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മലേഷ്യയിലേക്ക് കടത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള വിവാദം കോൺഗ്രസിലേക്ക് കൂടി സംശയത്തിന്റെ മുന നീട്ടുന്നുണ്ട്. BJPയും കോൺഗ്രസും ചേർന്ന് JDSന്റെ അവസാന പിടിവള്ളി കൂടി കർണാടകത്തിൽ വെട്ടിമാറ്റിയാൽ അതോടുകൂടി ഗൗഡാധിപത്യത്തിന് കൂടി അവസാനമാകും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.